C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹലോ സാൻഡ്ര. ഹലോ സർ, ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. എന്താ സാൻഡ്ര? സർ, ഇന്നലെ രാത്രി ശ്രീലക്ഷ്മി മാഡം പുറത്തേക്ക് വല്ലതും പോയായിരുന്നോ? ഒരു 11 മണിക്ക് ശേഷം. 11 മണിക്ക് ശേഷമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ കണ്ടതോ സർ? ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ അർദ്ധരാത്രി ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ പുറത്തു വെച്ച് കണ്ടു. തനിക്ക് ആള് മാറിയതായിരിക്കും സാൻഡ്ര. ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ശ്രീലക്ഷ്മി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സർ, പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. സാർ ഉറങ്ങിയപ്പോഴും ഉണർന്നപ്പോഴും അടുത്തുള്ള ഭാര്യ ഇതിനിടയ്ക്ക് എവിടെയോ പോയിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ ശ്രീലക്ഷ്മി മാഡത്തെ. സാൻഡ്ര, ഞാൻ പറഞ്ഞില്ലേ, ശ്രീലക്ഷ്മി ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സാൻഡ്ര കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഓ, പറയുന്നത് പോലെ ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണല്ലോ. അതില് 2 പേരെ മുന്നിൽ കണ്ടു. ബാക്കി 5 പേരെ എവിടെയാണോ ആവോ. സാൻഡ്ര, തന്റെ പരിഹാസത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഒരാളെ പോലെ എത്ര പേരുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ എന്റെ ശ്രീലക്ഷ്മിയെ പോലെ അവൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം എനിക്കറിയാം. തന്റെ ശതമാനക്കണക്കിൽ പറഞ്ഞാൽ എനിക്ക് 100% വിശ്വാസമുണ്ട് ഇതെന്റെ ശ്രീലക്ഷ്മിയാണെന്നും ഇന്നലെ രാത്രി അവൾ എങ്ങോട്ടും പോയിട്ടില്ല. സോറി സർ, അപ്പോ എനിക്ക് ആള് മാറിയതാവും. സോറി. ഇറ്റ്സ് ഓക്കേ സാൻഡ്ര. ബൈ. ബൈ സർ. യമുന, എന്താ അമ്മേ? ശ്രീലക്ഷ്മി താഴേക്ക് വന്നില്ലേ? ഇല്ലമ്മേ, ഇതുവരെ വന്നില്ല. ഇതെന്തു പറ്റി താമസിക്കുന്നത്? മോളെ, മോളെ ശ്രീലക്ഷ്മി. അമ്മേ, ദാ വരുന്നു. ശ്രീലക്ഷ്മി മാഡം എന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. സോറി അമ്മേ, ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. അത് സാരമില്ല. മോള് വേഗം വിളക്ക് കത്തിക്ക്. ആ, ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.